പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരായിട്ട് പ്രവർത്തിച്ചില്ല. ഞാൻ പേരുകൾ സഹിതം വേണമെങ്കിൽ ഞാൻ KPCC പ്രസിഡന്റ് പറഞ്ഞു കൊടുക്കാം. ഞാൻ 3 തവണ ഈ മണ്ഡലത്തിൽ പോവുകയും അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഞാൻ അവിടെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കൾ പോലും ഡീൻ കുര്യാക്കോസിന് വേണ്ടി പ്രവർത്തിച്ചില്ല എന്നുള്ളത് വളരെ വളരെ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അവിടെ തയ്യാറാക്കിയ മെറ്റീരിയൽസ് പോലും പ്രചരണത്തിന് തയ്യാറാക്കിയ മെറ്റീരിയൽസ് പോലും വേണ്ട പോലെ ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം അവിടുത്തെ കോൺഗ്രസ്, എനിക്ക് വ്യക്തികളെ അറിയത്തില്ല, കോൺഗ്രസ് നേതൃത്വത്തിനാണ്. വെറുതെ ലോ റേഞ്ചിൽപ്പെട്ട തൊടുപുഴയും കോതമംഗലത്തും മൂവാറ്റുപുഴയൊക്കെ വോട്ട് കുറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അത് വരട്ടെ. അവിടെ വോട്ട് കുറഞ്ഞു എന്നുള്ളത് വോട്ടെണ്ണലിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇപ്പോൾ ജോസഫ് എം പുതുശ്ശേരി കേരള കോൺഗ്രസ് നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, കേരള കോൺഗ്രസിനെ പറ്റി കോൺഗ്രസിന് നല്ല ഒരു കാര്യമല്ല പറയാനുള്ളത്. ഇപ്പോൾ കോട്ടയത്ത് എത്രത്തോളം ആത്മാർത്ഥമായി കോൺഗ്രസ് പ്രവർത്തിച്ചോ അതേ ഒരു തരത്തിലുള്ള പ്രവർത്തനം കേരള കോൺഗ്രസിൽ നിന്നും പൂഞ്ഞാറിൽ ലഭിച്ചിട്ടില്ല എന്ന് ആണ് KPCC നിർവാഹക സമിതി യോഗത്തിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിലുള്ളത്. കേരള കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് അത്തരത്തിലെങ്കിലും ഒരു ഔദ്യോഗികമായ KPCCയുടെ നിരീക്ഷണം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരെ എല്ലാ രംഗങ്ങളിലും സജീവമായിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ടയിലെ പാർലമെന്റ് സ്ഥാനാർത്ഥി ശ്രീ ആന്റോ ആന്റണി തന്നെ ഈ കാര്യം പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാവാം. അതായത് ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിപ്പോൾ മറ്റ് നിയോജകമണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതുപോലെ ചില വ്യക്തികളായി അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒറ്റപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷേ പൊതുവിൽ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു പരാതി ആരെങ്കിലും ഉന്നയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പൂഞ്ഞാർ എന്ന മണ്ഡലത്തെ എടുത്തു പറയുന്നുണ്ട് ശ്രീ ആന്റോ ആന്റണി. ആന്റോ ആന്റണി തന്നെ പൂഞ്ഞാറിൽ ശ്രീ ജോയി എബ്രഹാം MP അടക്കമുള്ള ആളുകൾ വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ കുറവുകൾ പരിഹരിക്കാൻ അദ്ദേഹം നൽകിയ നേതൃത്വത്തെക്കുറിച്ചും വളരെ സജീവമായി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ ആന്റോ ആന്റണി തന്നെ ചാനലുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പ്രവർത്തന രംഗത്ത് എല്ലാ മേഖലകളിലും എല്ലാ ആളുകളും ഒരേ ഒരു വ്യാപ്തിയിലായിരിക്കണമെന്നില്ല എന്നുള്ളതല്ലാതെ കേരള കോൺഗ്രസിലെ ഇക്കാര്യത്തിൽ അരമനസ് എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ PC ജോർജ് പറഞ്ഞല്ലോ, ഭാഗ്യത്തിന് ദൈവം അദ്ദേഹത്തെ ജയിപ്പിക്കട്ടെ, ആന്റോ ആന്റണിയെ പത്തനംതിട്ടയിൽ ജയിപ്പിക്കട്ടെ എന്ന് PC ജോർജ് പറഞ്ഞെങ്കിൽ അത് വ്യക്തമായ സന്ദേശം തന്നെയല്ലേ? അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. കേരള കോൺഗ്രസ് രാഷ്ട്രീയമായി പാർട്ടിയായിട്ടെടുത്ത ഒരു തീരുമാനം എന്നുള്ള നിലയിൽ ഉള്ള ഒരു അഭിപ്രായ പ്രകടനമല്ല എന്നുള്ളത് അന്നേരം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇടുക്കിയിൽ എത്രത്തോളം ആത്മാർത്ഥമായാണ് കേരള കോൺഗ്രസ് പ്രവർത്തിച്ചത്? നിങ്ങൾ ആദ്യ അവസാനം വരെ അവിടെ ഫ്രാൻസിസ് ജോർജിനെ മത്സരിപ്പിക്കാൻ അല്ലെങ്കിൽ അവിടെ സീറ്റിന് വേണ്ടി വാദിച്ചവരാണ്. ഇടുക്കിയിലെ DCCയുടെ വിലയിരുത്തൽ UDFന്റെ വിലയിരുത്തലൊക്കെ പത്രങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത പരിശോധിക്കുമ്പോൾ അക്കാര്യം വളരെ വ്യക്തമായി തന്നെ ബോധ്യപ്പെടും. ശ്രീ PJ ജോസഫ് അടക്കം ശ്രീ ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള നേതാക്കന്മാരെല്ലാം വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടെ ചില പ്രാദേശിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ESA പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ആ ESA പ്രഖ്യാപനത്തിൽ ആളുകളെ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ കരട് വിജ്ഞാപനമാണ് അത് പരിഹരിക്കപ്പെടത്തക്ക തരത്തിൽ ഉള്ള ഒരു പോംവഴിയായി സൂചിപ്പിക്കപ്പെട്ടത്. അപ്പൊ അതിന്റെ തെറ്റിദ്ധാരണയൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചുണ്ടാവാം. ആസ് എ പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം PJ ജോസഫും ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള നേതാക്കന്മാരെല്ലാം അവിടെ സജീവമായി ഉണ്ടായിരുന്നു എന്നുള്ളത് UDFന്റെയും കോൺഗ്രസിന്റെയും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിലയിരുത്തലുകൾ പുറത്തു വന്നതിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്രീ മാത്യു കുഴൽനാടൻ, കോൺഗ്രസിൽ മാത്രമല്ല UDFലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ശ്രീ ആന്റോ ആന്റണി പേരെടുത്ത് തന്നെ അത് പരാമർശിക്കുകയും ചെയ്തു. പൂഞ്ഞാറിൽ ഇതിന് മറുപടി ഉണ്ടാകും എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇന്നലെ ലീഗിന്റെ വിലയിരുത്തൽ പ്രകാരം UDFന് മികച്ച വിജയത്തിന് തടസ്സമായത് കോൺഗ്രസിലെ അനൈക്യമാണ് എന്നും പറയുകയുണ്ടായി. UDF ഇത്തരം പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിയുമ്പോൾ ഇപ്പോൾ ഇനി ഫലം പുറത്തു വരാൻ മെയ് 16 ഫലം പുറത്തു വരുമ്പോൾ എത്രത്തോളമാണ് നിങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷ? ഇന്നത്തെ UDFന്റെയും മികച്ച ആത്മവിശ്വാസത്തിലാണ് പാർട്ടി നേതൃത്വവും മുന്നണി നേതൃത്വം. പക്ഷെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോ മുന്നണിക്കകത്ത് യാതൊരു പ്രശ്നവും കേരളത്തിലെങ്ങും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു അസത്യമായിരിക്കും. PC ജോർജും ആന്റോ ആന്റണിയും തമ്മിൽ വ്യക്തിപരമായിട്ടായിരിക്കാം ഒരു പക്ഷേ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ചെറിയ നിലയിൽ വിളിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. കാരണം അവരുടെ മനസ്സ്
ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ അതിന്റെ പ്രശ്നങ്ങൾ തീർക്കുന്നതിൽ ഒരു പക്ഷെ 100% പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇടുക്കിയിൽ ഞാൻ പൂർണ്ണമായും പ്രവർത്തനത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഇവിടെ പറഞ്ഞത് ശരിയാണ്. ബഹുമാനപ്പെട്ട ശ്രീ PJ ജോസഫും ശ്രീ ഫ്രാൻസിസ് ജോർജും ഞങ്ങൾ ഒന്നിച്ച് എല്ലാ വേദികളിലും ആത്മാർത്ഥമായി ഇതിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കന്മാരിലും അവരെ വൈകാരികമായി മുന്നണിയോടൊപ്പം ഉയർത്താൻ എത്രമാത്രം കഴിഞ്ഞു എന്ന കാര്യത്തിൽ എനിക്ക് അതിന്റെ ഒരു അതുപോലെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മനഃപൂർവ്വമായിരിക്കില്ല. കാരണം അതിൽ പലരും സഭയുടെ നിലപാട് അവരെ പ്രകടമായി സ്വാധീനിച്ചിട്ടുണ്ട്. പള്ളിയുമായി അല്ലെങ്കിൽ പള്ളിയുടെ ഭാരവാഹികളായിട്ടിരിക്കുന്നവർ പലരും അതിന്റെ നേതാക്കന്മാരാണ്. അതുകൂടാതെ ഹയർ റേഞ്ച് സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുണ്ട്. കസ്തൂരി രംഗൻ വിഷയത്തില് വളരെ സജീവമായി ഇടപെട്ട് പ്രവർത്തിച്ചിരുന്ന കേരള കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും അവരുടെ മനസ്സ് മാറ്റിയെടുക്കാൻ ഒരുപക്ഷെ PJ ജോസഫ് സാറിന്റെയോ അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജിന്റെയോ പ്രവർത്തനം കൊണ്ട് കൈനിന്ന് വരത്തിൽ മനഃപൂർവ്വമാണ് അല്ലെങ്കിൽ അത് ആസൂത്രിതമാണ്. മാത്യു കുഴൽനാടൻ, ഇന്ന് KPCC യോഗത്തിൽ വന്ന മറ്റൊരു നിരീക്ഷണം ഇങ്ങനെയാണ്. ഐക്യത്തിന്റെ കാര്യത്തിൽ കെട്ടുറപ്പോടെ മുന്നണി പ്രവർത്തിക്കുന്നതിന്റെ കാര്യത്തിൽ CPM-നെ LDF-നെ കണ്ട് പഠിക്കണമായിരുന്നു നമ്മൾ. ശക്തമായ മോദി വിരുദ്ധ വികാരമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം മുതലെടുക്കാൻ കോൺഗ്രസ് അല്ലെങ്കിൽ UDF തയ്യാറായിരുന്നില്ല. അതേസമയം വിഭാഗീയതമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന LDF-ൽ VS-നെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. അവരിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കണം എന്ന് പറഞ്ഞത് വളരെ ആത്മാർത്ഥമായി തന്നെയാണോ? ആ നിലയിൽ വലിയൊരു വ്യത്യസ്ത പാർട്ടിക്കകത്തുണ്ടായെന്നുള്ള പറഞ്ഞത് ശരിയല്ല. പക്ഷെ അതിന്റെ തൊള്ളായിരത്തി VS അച്യുതാനന്ദനെ CPM ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് CPM-ന് ഗുണം ചെയ്തു എന്നുള്ള ഒരു വിഷയത്തിലുണ്ടായിട്ടുണ്ട്. കാരണം അത് സത്യമാണ് ഒരു പരിധിവരെ. കാരണം CPM-ന് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരന്റെ പദത്തിലടക്കം ഇന്നലകളിലെ നേരിന്റെ നിന്നിരുന്നു എന്ന് നേതാവിനെ പാർട്ടി ലൈനിലേക്ക് പറയാൻ കഴിഞ്ഞ് അത് അവർക്കൊരു നേട്ടമായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. പിന്നെ RSP വിട്ടുപോയതിനു ശേഷം RSP വിട്ടുപോയിട്ട് ജനാധിപത്യ മുന്നണിക്ക് ആഘാതമായിരുന്നു. ആ ആഘാതത്തിൽ നിന്നും CPM അടക്കമുള്ള പാർട്ടികൾ പെട്ടെന്ന് അവരുടെ മുന്നണിക്കകത്ത് മറ്റ് ഘടകകക്ഷികളെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അത് വലിയ ഭവിഷ്യത്തുണ്ടാക്കുമെന്ന് കണ്ട് ആ RSP മുന്നണി വിട്ടത് അതിന്റെ ടോക്കില് ഇടതു മുന്നണിയിലെ CPM കാണിച്ച ഒരു മനോഭാവം അത് അവർക്ക് കൊടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ തന്നെ പാർട്ടി ലൈനിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അവസാനമായി ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ ഷാനിമോൾ ഉസ്മാന് താക്കീത് നൽകിയിരിക്കുന്നു. അവരുടെ ആരോപണങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് KPCC പ്രസിഡന്റ് സുധീരൻ പറഞ്ഞത്. കണ്ണൂരിൽ രാമകൃഷ്ണനോട് വിശദീകരണം ആവശ്യപ്പെടും എന്നും പറയുന്നു. ഇത്തരം ഇപ്പോൾ DCC റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളൊക്കെ ഇത്തരം വ്യക്തിപരമായി കൈകാര്യം ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ തന്നെയും കോൺഗ്രസിന് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ LDF-നെ കണ്ട് പഠിക്കണം ഐക്യത്തിന്റെ കാര്യത്തിൽ എന്ന് അവർ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അന്തിമമായുള്ള ഒരു ആശങ്ക തന്നെയല്ലേ ഇന്നത്തെ യോഗത്തിലും നിഴലിക്കുന്നത്? ഈ ആശങ്കയെപ്പറ്റി ഞാൻ പറഞ്ഞാൽ ഇപ്പം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. 16-ാം തീയതി വോട്ടെണ്ണട്ടെന്നേ, എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. നമുക്ക് ഇതിൻ്റെ നാനാവശങ്ങൾ ചർച്ച ചെയ്യാം. പക്ഷേ താങ്കൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ താക്കീത് നൽകിയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരാളെ ഷോക്കോസ് നോട്ടീസ് നൽകിയതുകൊണ്ടോ ഈ പ്രശ്നം തീരുന്നില്ല. വാസ്തവത്തിൽ ഇന്ത്യയിൽ കേരളത്തിൽ കോൺഗ്രസ് ശക്തമായിട്ട് നിൽക്കണം. അത് ഇന്ത്യയുടെയും സംസ്ഥാനത്തിൻ്റെയും നിലനിൽപ്പിന് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ. പക്ഷേ അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പാർട്ടിക്ക് സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ മാറി ചിന്തിക്കുന്ന ഒരാളാണ് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്. അദ്ദേഹത്തിന് സാധിക്കുമോ? ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെയാണ് കോൺഗ്രസിന് പാളിച്ചകൾ പറ്റിയത്, ആരൊക്കെയാണ് അതിന് ഉത്തരവാദികൾ എന്നുള്ളത് കൃത്യമായ അന്വേഷണം ഒരു പാർട്ടിയുടെ ഒരു കമ്മീഷനെയോ കമ്മിറ്റിയോ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. പ്രൊഫഷണൽസിനെ വെച്ചുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ പറ്റുമോ? നടത്തിയാൽ അതിന്മേൽ ശക്തമായ നടപടി. ഇപ്പോൾ പലപ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞാൽ കുറച്ചുപേരെ 6 വർഷത്തേക്ക് അങ്ങോട്ട് സസ്പെൻഡ് ചെയ്യും. 6 മാസത്തിന് അവരെ തിരിച്ചെടുക്കും. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. കേരളത്തിൽ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ, ഞാൻ പേരൊന്നും പറയുന്നില്ല, വ്യക്തിയെ പറയാൻ ഞാൻ ആഗ്രഹിക്കും. അസംബ്ലി മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരായിട്ട് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഒരു കോൺഗ്രസ് നേതാവിനെ 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. പക്ഷേ ആ മണ്ഡലത്തിൽ 6 മാസത്തിനുള്ളിൽ ജയിച്ച MLA മരിച്ചതിനെ തുടർന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് 6 കൊല്ലം സസ്പെൻഡ് ചെയ്ത 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് നീക്കിയ ഒരാളെയാണ്. ഇതാണ് കോൺഗ്രസിലെ
ഈ അന്വേഷണത്തെ തുടർന്നുള്ള പ്രവർത്തനത്തിൻ്റെ രീതി. പക്ഷേ ഇക്കൊല്ലം ഇത്തവണ സുധീരൻ മാറി ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ വിജയത്തിന് പ്രവർത്തിക്കാതിരുന്നവരെ, പാർട്ടിക്ക് എതിരായിട്ട് പ്രവർത്തിച്ചവരെ കണ്ടെടുത്ത് ശക്തമായ മാതൃകാപരമായ നടപടിക്ക് തയ്യാറാവും. പക്ഷേ പ്രശ്നങ്ങളായിട്ട് കാണണം. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം കണ്ടപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ചേർത്ത് വായിക്കാവുന്ന ഒന്നായതുകൊണ്ട് ഞാൻ പറയുകയാണ്. മദ്യ നയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം ഞാൻ കേട്ടു. മദ്യം, ലഹരി, അതുണ്ടാക്കുന്ന വലിയ വിപത്ത്, അതിനെതിരെ വളരെ ശക്തമായ ഒരു അവബോധ പരിപാടി അല്ലെങ്കിൽ ബോധവൽക്കരണ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. ഞാൻ ഒറ്റ കാര്യം VM സുധീരൻ്റെ മുമ്പിൽ വയ്ക്കട്ടെ. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ബോധവൽക്കരിക്കുന്നതിന് മുമ്പായി, അത് വേണം, അതിനു മുമ്പായി മദ്യത്തിൻ്റെ കാര്യത്തിൽ, മദ്യ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ബോധവൽക്കരിക്കാനും കുറഞ്ഞ പക്ഷം പ്രവർത്തകന്മാരെ മാറ്റിയെടുത്ത് മണ്ഡലം പ്രസിഡന്റ് മുതൽ മുകളിലോട്ടുള്ളവരെങ്കിലും മദ്യപാനശീലത്തിൽ നിന്ന് മാറി നിന്നേ പറ്റൂ. അത്തരക്കാർക്ക് മാത്രമേ പാർട്ടിയിൽ സ്ഥാനം കൊടുക്കൂ എന്നൊരു തീരുമാനമെടുക്കാൻ KPCCക്ക് സാധിക്കൂ. വെറുതെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെയാണ് അണുബാധയുള്ളത് എന്ന് മനസ്സിലാക്കി അവിടെ ചികിത്സിക്കാൻ VM സുധീരൻ്റെ നേതൃത്വമുള്ള KPCCക്ക് തയ്യാറാകുമോ? അതാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന ചോദ്യം. റൈറ്റ്. ഒരുപക്ഷെ മെയ് 16 ശേഷം അത്തരം വിലയിരുത്തലുകൾ ആത്മാർത്ഥമായ പോസ്റ്റ്മോർട്ടം നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കോൺഗ്രസിലെയും UDFിലെയും അനൈക്യം തെരഞ്ഞെടുപ്പ് വിധിയെ എത്രത്തോളം ബാധിക്കുമെന്നാണ് ന്യൂസ് റൂം മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്തത്. ചർച്ചയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ, കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് M പുതുശ്ശേരി. അതിഥികൾക്ക് നന്ദി. ന്യൂസ് റൂം മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.